നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ ഉറവിടങ്ങളിൽ തോറയിലെ ഒരു കണക്കിൽ ഒരു ചെറിയ പൊരുത്തക്കേടുണ്ട്. അതായത് യാക്കോബിന്റെ കുടുംബം ഈജിപ്തിലേക്ക് പോകുമ്പോൾ 70 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ പേരുകൾ ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ 69 പേരെ കാണുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ആരാണ് ഈ കാണാതായ 70ാമത്തെ ആൾ? ഇതൊരു വെറും തെറ്റാണോ? അതൊരു നല്ല ചോദ്യമാണ്. ബെയ്ത്ത് ഇസ്രായേൽ ഇന്റർനാഷണലിന്റെയും ഗാഡി എഫ്രൈമിന്റെയും പഠനങ്ങൾ പറയുന്നത് ഇതൊരു പിഴവല്ല, മറിച്ച് ആഴത്തിലുള്ളൊരു രഹസ്യത്തിലേക്കുള്ള താക്കോലാണെന്നാണ്. ഒരു രഹസ്യമോ? അതെ. അവരുടെ വിശകലനത്തിൽ ആ 70ാമത്തെ ആത്മാവ് ഒരു മനുഷ്യനല്ല, മറിച്ച് അത് ദൈവിക സാന്നിധ്യം തന്നെയാണ്, ഷഖീന. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യം. ഞാൻ കരുതിയത് ചരിത്രപരമായ എന്തെങ്കിലും കണക്കിലെ പിഴവാണെന്നാണ്. അല്ല, ഇതിലെ ആശയം വളരെ ശക്തമാണ്. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോയപ്പോൾ ദൈവം അവരെ കൈവിട്ടില്ല, മറിച്ച് അവരോടൊപ്പം ആ യാത്രയിൽ പങ്കുചേർന്നു എന്നാണ് ഇത് പറയുന്നത്. അപ്പൊ അതൊരു ശിക്ഷ എന്നതിലുപരി ഒരു സഹയാത്രയായിരുന്നു. അതായത് അവരുടെ വേദന ദൈവത്തിന്റെയും വേദനയാകുന്നു എന്നാണോ? തീർച്ചയായും. ഞാൻ നിന്നോടൊപ്പം ഈജിപ്തിലേക്ക് ഇറങ്ങിവരും എന്ന ദൈവത്തിന്റെ വാഗ്ദാനമില്ലേ, അതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണ് ഈ പഠനങ്ങൾ. ശരിയാണ്. കബാലയിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ സോഹർ ഷെഖിനായെ വിശേഷിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ ആത്മാവെന്നാണ്. ഇസ്രയേലിന്റെ ആത്മാവ്? അതെ. അതായത് പുറത്തുനിന്നുള്ള ഒരു സാന്നിധ്യമല്ല, അവരുടെ സ്വത്വത്തിന്റെ തന്നെ ഭാഗമാണ് ആ ദൈവികത. അതുകൊണ്ടാണ് ആ 70ാമത്തെ ആളെ നമുക്ക് എണ്ണത്തിൽ കൂട്ടാൻ കഴിയാത്തത്. ഓക്കെ, അത് ആ 69 പേരിലും അദൃശ്യമായി നിലനിൽക്കുന്ന ഒരു ശക്തിയാണ്. അതെ, കൃത്യമായി. പക്ഷെ എന്റെ ഒരു സംശയം, ഈ പ്രവാസം എന്നതൊരു ശിക്ഷയാണെന്നല്ലേ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്? ദൈവം കൂടെ തന്നെയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പാടുകൾ? ഗാഡി എഫ്രൈമിന്റെ കുറിപ്പുകൾ ഇതിനെ കാണുന്നത് ഒരു ശിക്ഷ എന്നതിനേക്കാൾ ഒരു വലിയ വീണ്ടെടുപ്പ് പദ്ധതിയുടെ ആദ്യപടിയായിട്ടാണ്. ദൈവിക സാന്നിധ്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ ഒരു വഴികാട്ടി വേണ്ടേ? ഒരുപക്ഷേ അവിടെയായിരിക്കും യോസേഫിന്റെ റോള് വരുന്നത്, അല്ലേ? അതെ അതെ, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. യോസേഫിന് ഫറവോന് ഒരു പുതിയ പേര് നൽകുന്നുണ്ടല്ലോ, സാഫ്നത്ത് പാനേ. സാഫ്നത്ത് പാനേ. അതിന്റെ അർത്ഥം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവൻ എന്നാണ്. ഓ, അപ്പോൾ ആ പേര് വെറുമൊരു സ്ഥാനപ്പേരല്ല. ഈജിപ്തിലെ പ്രവാസത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ദൈവീക സാന്നിധ്യത്തെ, ആ 70ാമത്തെ ആത്മാവിനെ പുറത്തു കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ ദൗത്യത്തെയാണോ അത് സൂചിപ്പിക്കുന്നത്? അതെ, ബെയ്ത്ത് ഇസ്രയേൽ ഇന്റർനാഷണലിന്റെ വിശകലനം അതാണ് പറയുന്നത്. യോസേഫ് ആ വീണ്ടെടുപ്പിന്റെ ഒരു പ്രതീകമാണ്. അദ്ദേഹം ആദ്യം ഇരുട്ടിലേക്ക് പോകുന്നു, എന്നിട്ട് മറ്റുള്ളവർക്കായി വഴിയൊരുക്കുന്നു. ഗാഡി എഫ്രൈം യോസേഫിന്റെ ജീവിതത്തെ ഒരു 5 ഘട്ടങ്ങളുള്ള വീണ്ടെടുപ്പ് പദ്ധതിയായിട്ടാണ് കാണുന്നത്. 5 ഘട്ടങ്ങളോ? അതെ. 1. പ്രകാശം പ്രവാസത്തിലേക്ക് വരുന്നു, അതായത് യോസേഫ് ഈജിപ്തിലെത്തുന്നു. 2. ജ്ഞാനത്തിലൂടെ വെളിപ്പെടുത്തൽ, സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് ദൈവിക പദ്ധതി വെളിപ്പെടുത്തുന്നു. ശരി. 3. ഐക്യം പുനഃസ്ഥാപിക്കൽ, തന്റെ സഹോദരന്മാരുമായി വീണ്ടും ഒന്നിക്കുന്നു. 4. ഭൗതികമായതിനെ ഉയർത്തുന്നു, അതായത് ക്ഷാമത്തെ സമൃദ്ധിയാക്കി മാറ്റുന്നു. എന്നിട്ട് അവസാനത്തേതോ? 5ാമത്തെ ഘട്ടം വഴിയൊരുച്ചൽ. തന്റെ പിതാവായ യാക്കോബിനും കുടുംബത്തിനും വരാനായി ഈജിപ്തിനെ അദ്ദേഹം തയ്യാറാക്കുന്നു. അപ്പൊ ഇതൊരു ആകസ്മികമായ രക്ഷപ്പെടലായിരുന്നില്ല, വളരെ ചിട്ടയായ ഒരു പദ്ധതിയായിരുന്നു. ഓരോ ഘട്ടവും അടുത്തതിലേക്ക് നയിക്കുന്നു. അതെ. നമ്മൾ തുടങ്ങിയത് ഒരു ചെറിയ കണക്കിലെ പൊരുത്തക്കേടിൽ നിന്നാണ്. ഇപ്പോഴിതാ പ്രവാസത്തിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ച ഒരു ദൈവീക പദ്ധതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുതന്നെയാണ് ഇതിലെ കാതൽ. കാണാതായ ആ 70ാമത്തെ ആത്മാവ് പ്രവാസത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവീക പ്രകാശമാണ്. ആ പ്രകാശത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന മാതൃകയാണ് യോസേഫ്. അപ്പോ ഇത് പഴയൊരു കഥ മാത്രമല്ല? അല്ലേയല്ല. ഈ ഉറവിടങ്ങൾ പറയുന്നത് ഓരോ തലമുറയിലും ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവന്റെ ഒരു അംശമുണ്ടാകുമെന്നാണ്. അതിനർത്ഥം ആ 70ാമത്തെ ആത്മാവിന്റെ രഹസ്യം ഒരു നഷ്ടത്തെക്കുറിച്ചല്ല, മറിച്ചൊരു ദൈവീകമായ കൂട്ടുകെട്ടിനെക്കുറിച്ചാണ്. ഏറ്റവും വലിയ പ്രയാസങ്ങളിലും ഒരു ദൈവീക സാന്നിധ്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന ഉറപ്പാണിത് തരുന്നത്. അതെ. ഇസ്രായേൽ ഒരിക്കലും തനിച്ചിരുട്ടിലേക്ക് പോകുന്നില്ല. സ്രഷ്ടാവ് തന്നെ അവരോടൊപ്പം യാത്ര ചെയ്യുന്നു. ഓരോ പ്രവാസത്തിലും വീണ്ടെടുപ്പിന്റെ ഒരു വിത്തൊളിഞ്ഞിരിപ്പുണ്ട്. അപ്പോ ഈ പഠനങ്ങൾ പറയുന്നത് പോലെ മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്താൻ ഓരോ തലമുറയിലും ഒരു പ്രകാശത്തിന്റെ അംശമുണ്ടെങ്കിൽ, നമ്മുടെ സ്വന്തം ലോകത്തോ ജീവിതത്തിലോ വെളിപ്പെടാൻ കാത്തിരിക്കുന്ന ഏതൊക്കെ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളുണ്ടാകാം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം.
നന്ദി